നമസ്കാരം, അസ്സലാമു അലൈക്കും. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. കാരുണ്യത്തിൻ്റെ മാസമാണ് റംസാൻ. ഈ മാസത്തിൽ ദിവസം ഒന്നല്ല 1500ഓളം പേർക്ക് ഇഫ്താർ വിരുന്നൊരുക്കുകയാണ് ഷാർജയിലെ ഒരു സംഘടന, ഷാർജ KMCC. ഷാർജ ലേബർ സ്റ്റാൻഡേർഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സഹകരണത്തോടെ ഒരുക്കിയ ആ ടെൻറ്റിലാവാം ഇന്നത്തെ ഇഫ്താർ. ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശുകാരും എല്ലാം ഒത്തുകൂടുന്ന, ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്ന കാഴ്ച. 1500-ലേറെ പേർക്ക് ഒപ്പമിരുന്ന് ഒരു ഇഫ്താർ വിരുന്ന്. അത് രാജ്യാതിർത്തികൾ ഭേദിച്ച സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ സമൂഹ വിരുന്നാണ്. ആ ഇഫ്താർ വിരുന്നിലേക്ക് പോകാം ഇപ്പോൾ. ഇത് റോള NMC റോയൽ ഹോസ്പിറ്റലിന്, അതായത് പഴയ അൽസഹറ ഹോസ്പിറ്റലിന് തൊട്ടടുത്തുള്ള ഷാർജ KMCCയുടെ ഇഫ്താർ ടെൻറ്റ്. ഇവിടെ ഇഫ്താർ വിരുന്നിൽ ഒന്നിച്ചിരിക്കുന്നത് KMCCക്കാർ മാത്രമല്ല, പല രാഷ്ട്രീയ ചിന്താഗതിക്കാരുമുണ്ട്. മലയാളികൾ മാത്രമല്ല, വിവിധ രാജ്യക്കാർ, വിവിധ ഭാഷക്കാർ, വിവിധ വേഷക്കാർ, വിവിധ ജോലികൾ ചെയ്യുന്നവർ. ഇവരിൽ പാവങ്ങൾ മാത്രമല്ല, പണക്കാരും കച്ചവടക്കാരും ഉദ്യോഗസ്ഥരും എല്ലാമുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എല്ലാവരും സമന്മാർ. ഏകനായ സൃഷ്ടാവിൻ്റെ വർണ്ണ, വർഗ, ഭാഷ, ദേശ വൈജാത്യങ്ങളില്ലാത്ത സമന്മാരായ മനുഷ്യർ. നമസ്കാരത്തിലെന്ന പോലെ ഇവരുടെ തോളോട് തോൾ ചേർന്ന് ഒന്നിച്ചിരിക്കുന്നു. ഇവിടെ എത്തുമ്പോൾ എല്ലാവരും ഒരേ നിരയിലിരുന്ന് ഒരേ ഭക്ഷണം കഴിക്കുന്ന ഏകോദര സഹോദരന്മാർ. ഷാർജ ലേബർ സ്റ്റാൻഡേർഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുമായി ചേർന്നാണ് KMCC ഈ സമൂഹ നോമ്പുതുറ ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങൾ ടെൻറ്റിനുള്ളിലെത്തിയപ്പോൾ ഇവിടെ എല്ലാവരും തിരക്കിലാണ്, നോമ്പുതുറ വിഭവങ്ങൾ നിരത്തുന്നതിൻ്റെ തിരക്കിൽ. ഇവിടെ ഓരോ ദിവസവും ഓരോ അതിഥികളും എത്തുന്നു. ഞങ്ങൾ എത്തിയ ദിവസത്തെ മുഖ്യാതിഥി നാഷണൽ KMCC ജനറൽ സെക്രട്ടറി PK അൻവർ നഹയായിരുന്നു. നമ്മുടെ UAE സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത പ്രശ്നമല്ല, മറിച്ച് സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് അയാൾക്ക് നോമ്പ് തുറക്കാനായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെൻറ്റിൽ തന്നെ നമുക്കറിയാം, ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഒരുമിച്ചിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ KMCCയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർച്ചയായിട്ട് ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ന് ലോകത്ത് നമ്മൾ അതിശയിപ്പിക്കുന്നത്, ഒരുപക്ഷെ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ടെൻറ്റുകളൊരുക്കിയും മറ്റ് സൗകര്യങ്ങളൊരുക്കിയും ആളുകൾക്ക് ഇഫ്താർ ഒരുക്കുന്ന ഒരേ ഒരു സംഘടന ഒരുപക്ഷെ KMCC ആയിരിക്കും. അത്രയധികം രാജ്യങ്ങളിൽ നിന്ന് ഇതേ സമയത്ത്, മഗ്‌രിബിൻ്റെ സമയത്ത് ഇതുപോലെയുള്ള ടെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൗകര്യങ്ങൾ ഒരുക്കണം. നോമ്പുകാരനൊരു വിഷമം, ഒരു പ്രയാസം പാടില്ല. അവന് ജോലിയെടുക്കണം. ഇവിടെ സംബന്ധിച്ച് നമുക്ക് എല്ലാ എക്സ്പാർട്ടിയേറ്റും വരുന്നത് ജോലിയെടുക്കാനാണ്. അപ്പം എൻ്റെ ജോലിയിൽ അവൻ മുഴുകണം. അതോടൊപ്പം തന്നെ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു അനുഭവം, അതാണ് ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ കമ്മിറ്റികളും, ഇപ്പോൾ ഇന്ന് ഷാർജ കമ്മിറ്റീൻ്റെ ഇത് 5ാമത്തെ വർഷത്തിലേക്കാണ് കിടക്കുന്നത്. ഒരു 1500 ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ടെൻറ്റിലും പുറത്തും ഏതാണ്ട് നല്ലൊരു ശതമാനം ആളുകൾ പുറത്തും വരുന്നുണ്ട്. ഇന്നൊക്കെ നമ്മൾ കയറി വരുമ്പോൾ ഒരുപാട് ആളുകൾ പുറത്ത് ക്യൂ നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പം അതിനൊക്കെ സൗകര്യപ്പെടുത്തുക എന്നുള്ളത് ഭാരിച്ചൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അള്ളാഹുവരെ സഹായിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റും വളണ്ടിയർ വിംഗ് ചെയർമാനുമായ കബീർ ചാന്നാങ്കൽ അധ്യക്ഷനായ ചടങ്ങിൽ ഷാർജ KMCC ജനറൽ സെക്രട്ടറി മുജീബ് തൃക്കണാപുരം സ്വാഗതവും ട്രഷറർ K അബ്ദുറഹിമാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. KMCC കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി അലി വടയും ഉദ്ബോധന പ്രഭാഷണം നടത്തി. ഞാനും അവിടെ ഒരു അതിഥിയായിരുന്നു. സംസ്ഥാന ഭാരവാഹികളായ KS ഷാനവാസ്, ഫസൽ തലശ്ശേരി, CB കരീം, T ഹാഷിം, തൊയ്യബ് ചെറ്റുവ, വളണ്ടിയർ വിംഗ് ക്യാപ്റ്റൻ ഹക്കീം കരുവാടി, കൺവീനർ CK കുഞ്ഞബ്ദുള്ള, വൈസ് ക്യാപ്റ്റൻ റിയാസ് കാന്തപുരം എന്നിവർ ഇഫ്താർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഷാർജ KMCC കഴിഞ്ഞ കാലങ്ങളിൽ മുൻപൊക്കെ നമ്മൾ ഓഫീസിൽ മാത്രം നടത്തിയിരുന്ന ഒരു ഇഫ്താർ സംഗമം പിന്നീടത് ഇന്നത്തെ ഈ സാഹചര്യങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഗവൺമെൻറ്റും മുനിസിപ്പാലിറ്റിയും അതുപോലെയുള്ള സംവിധാനങ്ങളല്ല നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായ കാര്യം. അല്ലാത്ത കാര്യങ്ങളൊക്കെ വളരെ പ്രയാസമാണ്, മനസ്സിലായില്ല. അപ്പോൾ മാത്രമല്ല, ഇതിൽ നമ്മൾ എല്ലാ സാധാരണക്കാരും ഒക്കെ ഇതിൽ കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംവിധാനം ഇത്രയും നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വരുംകാലങ്ങളിലും ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ ഭംഗിയായ രീതിയിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആ രീതിയിലൊക്കെ ഇതിനെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആളുകളിലേക്ക് സഹായം എത്തിക്കുന്നതല്ല, നമ്മൾ ആളുകൾക്ക് കൂടെ ഞങ്ങൾ ഗസ്റ്റുകളാക്കി നമ്മളെ കൂടെ എത്തി നോമ്പ് ഉറപ്പിക്കണം.
ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ജോലിയുള്ള ആളുകളൊക്കെ തന്നെയാണ്, ബിസിനസ്സുകാർ അടക്കമുണ്ട്. പക്ഷേ അവർ ഈ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഇനി പിന്നെ ഭക്ഷണം നോമ്പറക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി സമയം ഉണ്ടാവില്ല അപ്പോഴേക്കും. കാരണം ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എത്തുമ്പോഴേക്കും ബാങ്ക് കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടാവുക കിട്ടില്ല. അപ്പോൾ അവർക്ക് നേരെ വന്ന് ടെൻറ്റിൽ ഇരുന്നിട്ട് ഞങ്ങളോട് ഒരുമിച്ചിരുന്നിട്ട് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് KMCC ഇവിടെ ചെയ്യുന്നത്. ഷാർജ KMCC സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 5ാം തവണയാണ് വളരെ മനോഹരമായ രൂപത്തിൽ റോളയെ പോലുള്ള ഒരു പ്രദേശത്ത് നമ്മൾ ഈ നോമ്പ് തുറ സംഘടിപ്പിക്കുന്നത്. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരപ്രദമായ ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം അത് പ്രയാസമുണ്ട്. ആ പ്രയാസങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് തന്നെ ഇത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഡെഡിക്കേറ്റ് ആയിട്ട്, അത് വളണ്ടിയേഴ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ സംഘാടകരായിക്കോട്ടെ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിക്കോട്ടെ, ജില്ലാ കമ്മിറ്റി ആയിക്കോട്ടെ, എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ഈ കാണുന്ന 1000-1500 ആൾക്കാർക്ക് നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. അത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആദ്യമെല്ലാം ഷാർജ KMCCയുടെ ഓഫീസ് കെട്ടിടത്തിനടുത്തായിരുന്നു ഇഫ്താർ വിരുന്നൊരുക്കിയിരുന്നത്. അന്ന് ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ ഇതിനാവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നോമ്പ് തുറക്കാനെത്തിയിരുന്നത് KMCCക്കാർ മാത്രമായിരുന്നു. അതുപോരാ, എല്ലാ വിഭാഗക്കാർക്കും വിരുന്നൊരുക്കുന്ന വിപുലമായൊരു വേദി വേണമെന്ന ആശയത്തിൽ നിന്നാണ് ഇഫ്താർ ടെൻറ്റിലേക്ക് മാറുന്നത് 2021. ഇതിപ്പോൾ 5ാമത് KMCC ഇഫ്താർ ടെൻറ്റ്. ഞാനും ടെൻറ്റിലിരുന്ന് നോമ്പ് തുറന്നു. പഴവർഗ്ഗങ്ങളും ബിരിയാണിയുമെല്ലാമുള്ള സുഭിക്ഷമായ ഇഫ്താർ വിരുന്ന്. വയറ് മാത്രമല്ല, മനസ്സും നിറഞ്ഞു. കാരണം ഇതൊരു സ്നേഹവിരുന്നാണ്. സൃഷ്ടാവിന് മുന്നിൽ എല്ലാവരും സമന്മാരെന്ന് ഘോഷിക്കുന്ന കാരുണ്യത്തിൻ്റെ സ്നേഹവിരുന്ന്.